പാക് പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. എന്നാൽ ഇത്തരം അവരുടെ അതിസാഹസത്തെയൊക്കെ തന്നെ നമ്മുടെ സൈന്യം ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തിരിച്ചടിയല്ല ഇന്ത്യ നൽകുന്നത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുക. എസ് വിജയകുമാർ അപ്ഡേറ്റ് ചെയ്യുന്നു സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലെ 8 നഗരങ്ങളിലാണ് ഇന്നലെ കനത്ത തോതിൽ ആക്രമണം ഉണ്ടായത് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാക് മാധ്യമങ്ങൾക്ക് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതിന് പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള നേരത്തെ അത്തരം വന്ന വിവരങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല. അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്ന സൗണ്ട് ബൈറ്റുകൾ അടക്കം പലതിലും ഉണ്ടായിരുന്നു. 8 നഗരങ്ങളിൽ ഉഗ്രസ്ഫോടനവും വലിയ ആക്രമണവും ആകാശത്തു നിന്നുണ്ടായി എന്നാണ് അവർ പറയുന്നത്. അതിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, മിസൈലുകൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. സിയാൽകോട്ടിൽ ഒരു ഭീകര ക്യാമ്പ് ഇന്നലെ രാത്രി ഇന്ത്യ ആക്രമിച്ചു എന്നൊരു വിവരമുണ്ട്. അത് BSF തന്നെയാണ് ആക്രമിച്ചത് എന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നു. അതല്ല, അതിൽ എയർ സ്ട്രൈക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ടെറർ ലോഞ്ച് പാഡാണ് സിയാൽകോട്ടിൽ ഉണ്ടായിരുന്നത്. അത് വലിയ നാശം അതിനുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരുപക്ഷെ നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമായിരിക്കും. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിലെ സിർസയിൽ കണ്ടെത്തിയ മിസൈല് ഫത്ത-2 എന്ന മിസൈലാണ്. അതിൻ്റെ വായുവിലെ അതിൻ്റെ ദൂരപരിധി 400 കിലോമീറ്ററാണ്. ആ മിസൈല് രൂപപ്പെടുത്തി തന്നെ ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കുക എന്നായിരുന്നു അന്ന് പാകിസ്ഥാന് പണ്ടൊരു ക്ലെയിം ഉണ്ടായിരുന്നു ആ മിസൈൽ അവരുടെ ആയുധ ശേഖരത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത്. അപ്പോൾ ഇന്നലെ അത് ഉറപ്പായും ഡൽഹിയെ ലക്ഷ്യം വെച്ച് അയച്ചതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ആ മിസൈലാണ് ഹരിയാനയിൽ ഒരു പാടത്ത് തകർന്നു വീണിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ തകർത്തു. ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രചരിക്കുന്ന ഒരു കഥ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം താറുമാറാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് നിരാകരിച്ചുകൊണ്ട് നമ്മളുടെ സേനാവൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, അതൊരു വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ ഈ കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യയുടെ ഡ്രോൺ, അതുപോലെ തന്നെ മിസൈൽ, എയർ ഡിഫൻസ് സിസ്റ്റം എത്ര ഗംഭീരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വരെയും എയർ ഡിഫൻസ് സിസ്റ്റം വഴിയാണ് പാകിസ്ഥാൻ്റെ ഫത്ത-2 മിസൈൽ തകർത്തത്. ഒരു F-16 വിമാനവും JF-17 ഉൾപ്പെടെ 4 പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട് ഇതുവരെയുള്ള വിവരം അനുസരിച്ച്. ഇതൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റം വഴിയാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ അതിനെന്തോ തകരാറ് സംഭവിച്ചു എന്ന പാകിസ്ഥാൻ്റെ ഒരു വ്യാജ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് സേന ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഈ അതിർത്തിക്കപ്പുറത്തുനിന്നുള്ള പാക് പ്രകോപനം, ഈ പറയുന്ന ഷെല്ലിംഗ് ഇപ്പോഴും പലയിടത്ത് തുടരുന്നുണ്ട്. അത് ജനവാസ മേഖലകളിലാണ് നടക്കുന്നത്. പക്ഷേ ഇന്ത്യ ഈ പാക് പോസ്റ്റുകൾക്ക് നേരെ അതിശക്തമായി ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ സേന തന്നെ പുറത്തുവിട്ടതാണ്, നമ്മൾ നൽകിയതാണ്. അതുപോലെ തന്നെ ഈ ലോഞ്ച് പാഡുകൾ, POKയിലെ ലോഞ്ച് പാഡുകൾ ഒട്ടുമിക്കതും ഇതിനോടകം നിർവീര്യമാക്കിയിട്ടുണ്ട് എന്ന ഭീകരരുടെ ലോഞ്ച് പാഡുകൾ ഒട്ടുമിക്കതും നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ പാക് ആർമിക്ക് ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഈ തിരിച്ചടിയിലെന്നാണ് വരുന്ന കണക്കുകൾ. ഒരുപക്ഷെ 10:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ മറ്റു വിവരങ്ങൾ സേനാ വൃത്തങ്ങളും ഒപ്പം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താക്കളും അറിയിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ സിയാൽകോട്ട് ജില്ലയിലെ ലൂണിയയിലുള്ള തീവ്രവാദ ലോഞ്ച് പാഡാണ് BSF തകർത്തത്. അത് ആ മേഖലയിൽ ഒരു വലിയ ഒരു ടെറർ നഴ്സറി ആയിരുന്നു. ലഷ്കറും ജെയ്ഷയും തുല്യമായി ഉപയോഗിക്കുന്ന 2 ഭീകര സംഘടനകളും അവരുടെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു വലിയ ലോഞ്ച് പാഡായിരുന്നു ഈ സിയാൽകോട്ടിലേത്, പാകിസ്ഥാനിലേത്. ആ സിയാൽകോട്ടിലെ ലോഞ്ച് പാഡാണ് ഇന്നലെയും ഇന്ന് രാത്രിയുമായി BSF തകർത്തത് എന്ന വിവരം വരുന്നുണ്ട്. ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി നഗരത്തിൽ കുറെ കൂടി സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് എല്ലാ നഗരങ്ങളും, അതിർത്തി മേഖലകൾ ഒഴികെ എല്ലാ നഗരങ്ങളും വളരെ സാധാരണ പോലെ തന്നെയാണ്. വിമാനത്താവളങ്ങളിൽ പരിശോധന കൂട്ടി എന്നല്ലാതെ മറ്റൊരു തടസ്സവുമില്ല. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.